നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം കോതകുരിശിയിൽ മദ്യവേട്ട. കാറിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച 207 ലിറ്റർ വിദേശ മദ്യം പോലീസ് പിടികൂടി. അമ്പലപ്പാറ സ്വദേശികളായ 2 പേർ അറസ്റ്റ്. മണ്ണാർക്കാട് ആനമൂളി വനത്തിൽ ചോലകൾ നികത്തി റോഡ് നിർമ്മിക്കുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മുറിച്ച കശുമാവുകൾ കൊണ്ടുപോകാനാണ് താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നത്. മഴ പെയ്താൽ ഇത് വലിയ ദുരന്തത്തിനിടയാക്കുമെന്ന് നാട്ടുകാർ. പട്ടാമ്പിയിൽ 2 വാഹനാപകടം. മഞ്ഞളുങ്ങലിൽ നിയന്ത്രണം വിട്ട കാർ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറി 4 പേർക്ക് പരിക്ക്. ആമയൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരു കാർ കടയിലേക്ക് പാഞ്ഞു കയറി. ആളപായമില്ല. അട്ടപ്പാടി കീരിപ്പാറ വനത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു. മയക്കുവെടി വെച്ച് ചികിത്സിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ആന ചരിഞ്ഞത്. കൊപ്പം ടൗണിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കും. MLAയുടെ അധ്യക്ഷതയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കാനും ആലോചന. വിശദമായ വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലം കോതകുരിശിയിൽ കാറിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച വിദേശ മദ്യം ഒറ്റപ്പാലം പോലീസ് പിടികൂടി. 270 കുപ്പികളിലായി 207 ലിറ്റർ മദ്യമാണ് പിടികൂടിയത്. കാറിൽ ഉണ്ടായിരുന്ന അമ്പലപ്പാറ സ്വദേശികളായ ശരത്ത്, പ്രകാശൻ എന്നിവരെ പോലീസ് പിടികൂടി. മാഹിയിൽ നിന്നും വാങ്ങി നാട്ടിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്ന വഴിയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ഒറ്റപ്പാലം പോലീസും ചേർന്ന് മദ്യം പിടികൂടിയത്. കഞ്ചാവ് കേസ് പ്രതിയെ പിടികൂടുന്നതിനായി ഇയാളുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വൻ മദ്യവേട്ടയിൽ എത്തിയത്. കഞ്ചാവ് കേസ് പ്രതി ഇവർക്കൊപ്പമുണ്ടാകുമെന്ന നിഗമനത്തിൽ പ്രകാശനും ശരത്തും സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് മദ്യം കണ്ടെത്തിയത്. 22 ബോക്സുകളിലായി 270 കുപ്പികളിലായി 207 ലിറ്റർ മദ്യമാണ് പിടികൂടിയത്. 126 അര ലിറ്റർ കുപ്പികളും 144 1 ലിറ്റർ കുപ്പികളുമാണ് ഉള്ളത്. അമ്പലപ്പാറ സ്വദേശികളായ ചെറുമുണ്ടശ്ശേരി കാളിയൻ പറമ്പിൽ വീട്ടിൽ 28-കാരനായ ശരത്, മേലൂർ മൂച്ചിക്കുണ്ടിൽ 37-കാരനായ പ്രകാശൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഒറ്റപ്പാലം SI M സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ മഞ്ഞളുങ്ങലിൽ നിയന്ത്രണം വിട്ട കാർ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഇവരെ സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂരിൽ വാഹനാപകടം. കാറുകൾ കൂട്ടിയിടിച്ചു. നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. ആളപായമില്ല. തിങ്കളാഴ്ച വൈകുന്നേരം 4:30യോടെയായിരുന്നു അപകടം. പട്ടാമ്പി ഭാഗത്തു നിന്നും കൊപ്പം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഒരു കാർ റോഡിൽ നിന്നും മറിയുകയും മറ്റേ കാർ സമീപത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. കടയിൽ ആളുകളുണ്ടായിരുന്നെങ്കിലും ഓടിമാറിയതിനാൽ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കാറിലുണ്ടായിരുന്ന കുട്ടിക്ക് നിസ്സാര പരിക്ക് പറ്റിയതായി കൊപ്പം പോലീസ് അറിയിച്ചു. മണ്ണാർക്കാട് ആനമൂളി വനത്തിൽ ചോലകൾ നികത്തി റോഡ് നിർമ്മിക്കുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മുറിച്ച കശുമാവിൻ തടികൾ കൊണ്ടുപോവാനാണ് ചോലകൾ നികത്തി താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നത്. മഴ പെയ്താൽ ചോലകൾ ഗതിമാറി ഒഴുകി ആദിവാസി ഉന്നതിയിലെയും താഴ്ഭാഗത്തെയും വീടുകൾ ഒലിച്ചുപോകുമെന്ന ആശങ്ക. വനം വകുപ്പിൽ നിന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ പാട്ടത്തിനെടുത്ത സ്ഥലത്തെ പറങ്കിമാവുകൾ മുറിച്ചു മാറ്റുകയാണ്. ഈ മരങ്ങൾ കൊണ്ടുപോകാനായി വനത്തിനുള്ളിലേക്ക് ലോറി എത്തിക്കുന്നതിനാണ് ചോലകൾ നിരത്തി റോഡ് നിർമ്മിക്കുന്നത്. മഴക്കാലത്ത് പുഴ പോലെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുള്ള ചോലകളാണ് മണ്ണുമാന്തി, ട്രാക്ടർ, ഹിറ്റാച്ചി വാഹനങ്ങൾ ഉപയോഗിച്ച് റോഡാക്കി മാറ്റുന്നത്. പല ഭാഗത്തും ചോലകളുടെ ഗതി തന്നെ മാറ്റിയ നിലയിലാണ്. 35 വീടുകളിലായി 50 കുടുംബങ്ങൾ താമസിക്കുന്ന ആനമൂളി ഉന്നതിയുടെ മുകൾ ഭാഗത്താണ് ഇത്തരത്തിൽ ചോലകൾ നികത്തുന്നത്. ഇത് വലിയ ദുരന്തത്തിന് ഇടയാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 വർഷം മുമ്പ് സ്വകാര്യ വ്യക്തി ചോലയുടെ ഗതി മാറ്റിയതിനെ തുടർന്ന് ഉന്നതിയിലെ 2 വീടുകൾ തകർന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു മഴ പെയ്താൽ തന്നെ മലവെള്ളം ആനമൂളി ഉന്നതിയിലേക്കാവും ഒഴുകുക. ഉന്നതിക്ക് സമീപവും താഴെയുമായി വേറെയും വീടുകളുണ്ട്. ഈ വീടുകൾക്കും റോഡ് നിർമ്മാണം ഭീഷണിയാണ്. സൈലന്റ് വാലിയുടെ ബഫർ സോണിൽപ്പെട്ട സ്ഥലത്താണ് ഇത്തരത്തിൽ റോഡ് നിർമ്മാണം നടക്കുന്നത്. ഉരുളൻ കല്ലുകൾ കൂടുതലുള്ള പ്രദേശമാണിത്. വലിയ കല്ലുകളെല്ലാം ഇളക്കി വച്ചതിനാൽ മലവെള്ളപ്പാച്ചിലിൽ ഇവ താഴേക്ക് ഒഴുകിയെത്തും. അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഇടപെട്ട് റോഡ് നിർമ്മാണം നിർത്തിവെക്കുകയും ചോലകൾ പൂർവ്വസ്ഥിതിയിലാക്കുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ സ്ഥലത്ത് കശുമാവ് മൊത്തം മുറിച്ചു മാറ്റുന്നതിനും റീപ്ലാന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട്
കരാർ കൊടുത്തിട്ടുള്ളതാണ്. ഇത് കരാർ എടുത്തിട്ടുള്ള കരാറുകാരുടെ ഒത്താശയോടുകൂടി കരാറുകാർ വളരെ എളുപ്പത്തിന് വേണ്ടി സൈലന്റ് വാലിയുടെ താഴ്വരയായിട്ടുള്ള മലവാരം, അതിൻ്റെ പ്രത്യേകത ഒന്ന് അതാണ്. രണ്ടാമത് അതിലെ ഒഴുകുന്ന ചോലകളിലൂടെ, പ്രധാന 2 ചോലയുണ്ട്, ആ 2 ചോലകളിലൂടെ ഒരു കുന്തിപ്പുഴ വെള്ളത്തിന് സമാനമായ രീതിയിൽ വെള്ളം വരുന്നതാണ് മഴക്കാലത്ത്. അങ്ങനെ വന്നിട്ട് 2 വീടുകൾ ഒലിച്ചു പോവുകയും, ഒന്ന് പൊട്ടിക്കൽ സിന്ധു എന്ന് പറഞ്ഞ അവരുടെ വീടാണ്, ഒന്ന് മറ്റുള്ള തൊട്ടടുത്തുള്ള ഒരാളുടെ വീടാണ്. അതുപോലെ 2-3 വീടുകൾക്ക് വളരെ ഗുരുതരമായ അപായം പറ്റുകയും അവിടെ ഉള്ളവരെയൊക്കെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചോലയുടെ സൈഡാണ്. ആ ചോലയിലേക്ക് വരുന്ന വെള്ളം മുകളിൽ തടഞ്ഞിട്ട് റോഡിൻ്റെ സൗകര്യാർത്ഥം JCB, അതുപോലെ തന്നെ ഹിറ്റാച്ചി, ട്രാക്ടറുകൾ, ഒന്നിലധികം ട്രാക്ടറുകൾ, ലോറി ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഈ ചോലകളൊക്കെ നികത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ അധികാരികളും, റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ വകുപ്പാണെങ്കിലും ഫോറസ്റ്റ് വകുപ്പാണെങ്കിലും ഇവർക്കൊക്കെയാണ് ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. വന്നിട്ട് ഈ കാര്യങ്ങൾ നേരിൽ ബോധ്യപ്പെട്ടിട്ട് സത്വരപരമായ നിയമ നടപടി കൈക്കൊണ്ടിട്ട് താഴെയുള്ള ആദിവാസി ഊരിലുള്ള ജീവനുകളും മറ്റു നാട്ടുകാരുടെ ജീവനും സ്വത്തുമൊക്കെ സംരക്ഷണം ഉറപ്പാക്കുന്ന വിധത്തിലുള്ള നടപടി ഉടനെ ഉണ്ടാവണം. ചോലകൾ യഥാവിധി എങ്ങനെയാണ് ഒഴുകിയിരുന്നത് വെച്ചാൽ അതുപോലെ ഉടനെ അത് മാറ്റി കൃത്യമായ രീതിയിലാക്കി എടുക്കണം എന്നാണ് നാട്ടുകാരൻ എന്നുള്ള രീതിക്ക് ആവശ്യപ്പെടാനുള്ളത്. അട്ടപ്പാടി മുക്കാലിക്കടുത്ത് കീരിപ്പാറ വനത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു. മയക്കുവെടിവെച്ച് ആനയെ ചികിത്സിക്കാനുള്ള നീക്കത്തിനിടെയാണ് ആന ചരിഞ്ഞത്. ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി. മുക്കാലിയിൽ നിന്നും കീരിപ്പാറ റോഡിനോട് ചേർന്നുള്ള വനത്തിലാണ് അവശനായ ആനയെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. 15 വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടുകൊമ്പന്റെ ദേഹത്ത് സാരമായ 7 മുറിവുകൾ ഉണ്ടായിരുന്നു. ശനിയാഴ്ച ആന വെള്ളം കുടിക്കുകയും തീറ്റയെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അധിക ദൂരം സഞ്ചരിച്ചിരുന്നില്ല. ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തുണ്ടായ മുറിവുകളാണ് ആനയുടെ ദേഹത്ത്. തൃശൂരിൽ നിന്നെത്തിയ വനം വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാം, സൈലന്റ് വാലി വാർഡൻ സാജു വർഗീസ് എന്നിവർ ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം 8 മീറ്റർ സമീപത്തെത്തി ആനയുടെ ചലനങ്ങളും മുറിവുകളും വിലയിരുത്തി. കൂടുതൽ നിർദ്ദേശങ്ങൾക്കായി തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റിനറി വിദഗ്ധരുടെ സേവനവും തേടിയിരുന്നു. ആനയെ മയക്കുവെടിവെച്ച് വനത്തിൽ തന്നെ ചികിത്സിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. ഇതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയും വാങ്ങിയിരുന്നു. ഇതനുസരിച്ച് തിങ്കളാഴ്ച മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിനിടെയാണ് ആന ചരിഞ്ഞത്. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടിയിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊടശ്ശേരി സ്വദേശി നീലേങ്ങോടൻ മിഥുലാജിനെയാണ് പാണ്ടിക്കാട് പോലീസ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് പിടികൂടിയത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മിഥുലാജ് ഉൾപ്പെടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16ആയി. മാർച്ച് 21-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷം എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവയ്പിലാണ് കലാശിച്ചത്. ചെമ്പ്രശ്ശേരി സ്വദേശി നെല്ലേങ്ങര ലുഖ്മാനാണ് വെടിയേറ്റത്. 1-ാം പ്രതിയായ മുന്തിരി റഫീഖ് ഉൾപ്പെടെ 15 പേരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മിഥുലാജിനെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. മണ്ണാർക്കാട് വിയ്യക്കുറിശി സുഗുപ്പടിയിൽ വിദേശ മദ്യഷോപ്പ് വരാൻ അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പ്രദേശത്ത് പ്രതിഷേധ സംഗമം നടത്തി. ബിവറേജസ് കോർപ്പറേഷന്റെ കാഞ്ഞിരത്ത് പ്രവർത്തിച്ചു വരുന്ന മദ്യശാലയാണ് സുഗുപ്പടിയിലേക്ക് മാറ്റുന്നത്. പള്ളിക്കുറുപ്പ്, ചിറക്കൽപ്പടി, വിയ്യക്കുറിശി തുടങ്ങി 3 റോഡുകൾ ചേരുന്ന സുഗുപ്പടി ജംഗ്ഷനിലെ കെട്ടിടത്തിലേക്കാണ് ബീവറേജ് സ്ഥാപിക്കുന്നത്. നിരവധി വീടുകളും ദേവാലയങ്ങളും ഉള്ള ഈ പ്രദേശത്ത് മദ്യശാല വരുന്നത് എന്ത് വില കൊടുത്തും തടയുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനടം പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചപ്പോഴാണ് ലഹരിക്കെതിരെ എല്ലാവരും രംഗത്ത് വന്നത്. എന്നാൽ കള്ളുകുടിച്ച് പ്രശ്നമുണ്ടാക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് ഏത് ലഹരിയാണെങ്കിലും അത് നമ്മുടെ സമൂഹത്തിന് ആപത്കരമായ അവസ്ഥകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് KPS പറഞ്ഞു. വിദ്യാർത്ഥികൾ സഹപാഠിയെ തല്ലിക്കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു. അങ്ങനെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ലഹരിയുടെ ഉപയോഗം കേരളത്തെ നടുക്കിക്കൊണ്ട് വന്നപ്പോഴാണ് എല്ലാവരും സടകുടഞ്ഞ് എഴുന്നേറ്റ് ലഹരിക്കെതിരെ രംഗത്തിറങ്ങി. അപ്പൊ അതിലെല്ലാവരും പറയുന്നത് പ്രധാനമായിട്ടും ഈ വേറെ ചില ലഹരിയുണ്ട്. ഇപ്പൊ കള്ളും ഒന്നും അല്ലാത്ത രാസലഹരിയുണ്ട്, കഞ്ചാവ് പോലെയുള്ള ലഹരിയുണ്ട്. അതാണ് കൂടുതൽ ആപൽക്കരം എന്ന് പറയാറില്ല. അത് കൂടുതൽ ആപൽക്കരമാണ് എന്നതുകൊണ്ട് മറ്റു സാധനം ആപൽക്കരമല്ലാത്തതൊന്നും ആകുന്നില്ല.
കാരാകുർശി പഞ്ചായത്ത് അംഗം മടത്തിൽ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. റിയാസ് നാലകത്ത്, ഉണ്ണികൃഷ്ണൻ, അലി അസ്കർ, CK ഹിലാൽ, KVC മേനോൻ, നിതിൻ ശങ്കർ, ഫാദർ അജയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കൊപ്പം ടൗണിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കാൻ മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ടൗണിൽ ശാസ്ത്രീയ പഠനത്തിന് ശേഷം സിഗ്നൽ സംവിധാനം നടപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. കൊപ്പം ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഇതിന് പരിഹാരം കാണണമെന്ന ഏറെക്കാലത്തെ ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. ടൗണിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. അനധികൃതമായ പാർക്കിംഗ് ഒഴിവാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ബസ്സുകളുടെ സ്റ്റോപ്പുകളിലും നിയന്ത്രണം വരുത്തും. ഓട്ടോ സ്റ്റാൻഡുകൾ പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനും യോഗത്തിൽ തീരുമാനമായി. നിലവിലുണ്ടായിരുന്ന സിഗ്നൽ സംവിധാനം നവീകരണത്തിന്റെ ഭാഗമായി എടുത്തു കളഞ്ഞിരുന്നു. വീതിയില്ലാതെ റോഡിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചതും പരാതികൾക്ക് ഇടവരുത്തിയിരുന്നു. എന്നാൽ റോഡ് വീതി കൂട്ടിയെങ്കിലും വീണ്ടും സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നത് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മതിയെന്നാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനമെന്ന് യോഗത്തിന് ശേഷം മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പരീക്ഷണാടിസ്ഥാനത്തിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിക്കും. പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാവശ്യമായ നടപടികളും ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. അപ്പോൾ കൊപ്പം ടൗണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡുകൾ കറക്റ്റ് ഒരു പ്ലസ് ആകൃതിയിലല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ റോഡുകൾ വാഹനങ്ങൾ തിരിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു ആശങ്ക പൊതുവേ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ മീറ്റിങ്ങിൻ്റെ ഒരു തീരുമാനമായിട്ട് ശാസ്ത്രീയമായിട്ട് സിഗ്നൽ സ്ഥാപിക്കാനുള്ള ഒരു പഠനം നടത്താൻ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ താൽക്കാലികമായി പാർക്കിംഗ് ഈ റോഡ് തിരിഞ്ഞു വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്തുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബസ് സ്റ്റോപ്പുകൾ ഇപ്പോൾ ഉള്ള ബസ് സ്റ്റോപ്പുകൾ അതോടൊപ്പം തന്നെ ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുകയും പെരിന്തൽമണ്ണ റൂട്ടിലടക്കം ബസ് സ്റ്റോപ്പുകൾ കുറച്ചും കൂടെ മാറി, കാരണം ഇപ്പം നിലവിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളില്ല, കുറച്ചും കൂടെ മാറ്റിയിട്ട് അത് പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാനും ഒക്കെയാണ് ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കുലുക്കലൂർ പഞ്ചായത്തിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നാടിന് സമർപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കൊപ്പം പേങ്ങാട്ടി റോഡിൽ മുളയങ്കാവിൽ വില്ലേജ് ഓഫീസിന് സമീപമാണ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. വഴിയാത്രക്കാർക്ക് ബാത്റൂം സൗകര്യം, വിശ്രമ കേന്ദ്രം, ടീ സ്റ്റാൾ എന്നിവ കേന്ദ്രത്തിലുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗവൺമെന്റ് തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം കേരളത്തിൽ പരമാവധി ശുചിത്വത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ടേക്ക് എ ബ്രേക്കുകൾ ഉണ്ടാക്കുന്നതിന് പ്രത്യേകമായ അനുമതിയും അതൊരു പ്രോജക്റ്റായിട്ടല്ല ഗ്രാമപഞ്ചായത്തുകളോടും വെക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ടേക്ക് എ ബ്രേക്കിന് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി അതിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയറൻസ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. കാരണം ടേക്ക് എ ബ്രേക്ക് വളരെ അനിവാര്യമാണ്. കേരളത്തിൽ നമ്മൾ മറ്റെല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള പുരോഗതി കൊണ്ടുവന്ന് ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു. അതുപോലെ തന്നെ വികസിത രാജ്യങ്ങളുമായി നമ്മൾ മത്സരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും കുറവുള്ള കാര്യം പബ്ലിക് ടോയ്ലറ്റുകൾ അടക്കമുള്ള സൗകര്യങ്ങളാണ്. വഴിയോരത്ത് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ വളരെയേറെ കുറവായിരുന്നു. അതാണ് ഒരു മിഷൻ മോഡിൽ തന്നെ ഗവൺമെന്റ് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ അത് ഏറ്റെടുത്തു. ഇപ്പൊ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടേക്ക് എ ബ്രേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്ത് തന്നെ. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TK ഇസാഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ K രജനി, MK ശ്രീകുമാർ, MK ഖദീജ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വയോധികർക്ക് പഞ്ചായത്ത് നൽകുന്ന കട്ടിൽ വിതരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 17-കാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൈകോർത്ത് നാട്. ഓങ്ങല്ലൂർ വാടാനാംകുറിശി വടക്കേത്തൊടി അബ്ബാസിന്റെ മകൾ റംഷീനയാണ്
കോട്ടയ്ക്കൽ മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിനകം തന്നെ 50 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കുടുംബം ചിലവിട്ട് കഴിഞ്ഞു. ഇനിയും ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ വേണം. വാടാനാംകുറിശി വില്ലേജിന് സമീപത്തുണ്ടായ വാഹനാപകടത്തിലാണ് വാടാനാംകുറിശി വടക്കേത്തൊടി അബ്ബാസിന്റെ മകൾ 17 വയസ്സുള്ള റംഷീനയ്ക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. 3 മാസത്തോളമായി കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നുവരികയാണ് റംഷീന. ഇതിനകം 50 ലക്ഷത്തിലധികം രൂപ ചികിത്സയ്ക്കായി കുടുംബം ചെലവഴിച്ചു കഴിഞ്ഞു. സകലതും വിറ്റുപെറുക്കിയും പലരുടെയും സഹായത്താലുമാണ് കുടുംബം ഇതുവരെ ചികിത്സ നടത്തിയത്. ഇനിയും ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 35 ലക്ഷത്തിനു മുകളിൽ വേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് റംഷീനയുടെ ജീവൻ രക്ഷിക്കാൻ നാട് കൈകോർത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം പങ്കെടുത്ത റംഷീന ചികിത്സാ സഹായ കമ്മിറ്റി യോഗവും ഓഫീസ് ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം ഓങ്ങല്ലൂരിൽ നടന്നു. മറ്റുള്ളവന്റെ കൈകളിൽ കിടക്കുന്ന പണം കൊണ്ട് അർഹതപ്പെട്ട ആളുകൾക്ക് സഹായം ലഭിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് വീഡിയോകൾ എടുത്തിട്ടുണ്ട്. ആദ്യമായാണ് ഒരു മനുഷ്യൻ, ഒരു ഉപ്പ ഡോറ് തുറക്കുന്ന സമയത്ത്, എന്നെ കണ്ട സമയത്ത് കരഞ്ഞ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് വാടാനാംകുറിശ്ശിയിലെ അബ്ബാസ് കായുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുള്ള കണ്ണീരാണ്. പലപ്പോഴും ഞാൻ ICUവിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഉമ്മമാര് പൊട്ടിക്കരയും, ഈ ഷാളൊക്കെ മുഖത്തേക്കാക്കി കരയും. പക്ഷേ 10-45 വയസ്സുള്ള അബ്ബാസ് ക എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ, ഷമീർക്ക, ഞാൻ ഒരിക്കൽ പോലും ഇത് ചിന്തിച്ചതല്ല. 8ാം വാർഡ് മെമ്പർ അശോകൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, 13ാം വാർഡ് മെമ്പർ KM മുജീബുദ്ദീൻ, റിയാസ് മുക്കോളി, രൂപേഷ്, വിജയൻ വാടാനാംകുറിശി, മുസ്തഫ പോക്കുപടി, KSMA മേഖലാ പ്രസിഡന്റ് EK അലി, ഉബൈദ് അൻവരി, ഷറഫുദ്ദീൻ യമാനി, പ്രശാന്ത്, യൂസഫ് കുട്ടി, ഗീത ടീച്ചർ, ഹസീന എന്നിവരും ചികിത്സാ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു. VK ശ്രീകണ്ഠൻ MP, മുഹമ്മദ് മൂസിൻ MLA എന്നിവർ രക്ഷാധികാരികളും സന്തോഷ് ചെയർമാനും ഷാഫി കൺവീനറും അബ്ബാസ് ട്രഷററുമായ ചികിത്സാ സഹായ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. റംഷീനയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉദാരമതികളുടെ സഹായം തേടുകയാണ് സഹായ സമിതിയും കുടുംബവും. ഇതോടൊപ്പം കാണിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്കോ GPay നമ്പറിലേക്കോ സഹായങ്ങൾ നൽകാവുന്നതാണെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ മെയ് 20-ന് ദേശവ്യാപകമായി നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് CITU മണ്ണാർക്കാട് ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. മെയ് ദിനം സമുചിതമായ പരിപാടികളോടെ ആഘോഷിക്കാനും സമ്മേളനം തീരുമാനിച്ചു. മണ്ണാർക്കാട് റൂറൽ ബാങ്കിൽ ചേർന്ന കൺവെൻഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുളപ്പുള്ളിയിൽ തൊഴിലാളികളും വ്യാപാരികളും തമ്മിലുണ്ടായ തർക്കത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നത് സംസ്ഥാനം ഭരിക്കുന്ന ഇടത് സർക്കാരിന്റെ തൊഴിലാളികളോടുള്ള നയത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് TK അച്യുതൻ പറഞ്ഞു. അതിനെതിരായി പ്രകോപനപരമായ ഒന്നും ചെയ്തില്ല. സമരം ശക്തിപ്പെടുത്തി സംയമനത്തോടുകൂടി സമരവുമായി മുന്നോട്ട് പോയി. ജില്ലയിലാകമാനം പണിമുടക്ക് പ്രഖ്യാപിച്ചവർ വ്യാപാരി, വ്യവസായികൾ. അതിന്റെ ജില്ലാ പ്രസിഡന്റാണ് ഈ പ്രഖ്യാപനം നടന്നത്. അവസാനം അവിടെ ജില്ലയിലെ ചുമട്ടുതൊഴിലാളികൾ ആകമാനം പങ്കെടുത്തുകൊണ്ടുള്ള വൻ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉടമസ്ഥരും വ്യാപാരി വ്യവസായികളും കോംപ്രമൈസിന് തയ്യാറായത്. CITU പറഞ്ഞു, നമുക്ക് അമിതമായ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കാലത്ത് എടുത്തിരുന്ന പണി തൊഴിലാളികൾക്ക് നിങ്ങൾ അനുവദിക്കണം. ഞങ്ങൾ അത്രേ ഡിമാൻഡ് വയ്ക്കുന്നുള്ളൂ. ഒരു പുതിയ ഡിമാൻഡ് അത് അനുവദിച്ചു കൊടുത്തുകൊണ്ട് സമരം അവസാനിപ്പിക്കാൻ നിർബന്ധിതമായി. ഡിവിഷൻ പ്രസിഡന്റ് M കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP മസൂദ്, CITU ജില്ലാ കമ്മിറ്റി അംഗം ഹക്കീം മണ്ണാർക്കാട്, P മനോമോഹൻ, UT രാമകൃഷ്ണൻ, പ്രശോഭ്, K കുമാരൻ, P ദാസൻ എന്നിവർ പ്രസംഗിച്ചു. മെയ്ദില റാലി രാവിലെ 9 മണിക്ക് കോടതിപ്പടിയിൽ നിന്നും ആരംഭിച്ച് KTM സ്കൂൾ പരിസരത്ത് സമാപിക്കും. ലഹരിക്കെതിരെ പോരാട്ടത്തിനിറങ്ങി ചെർപ്പളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. ആർദ്രത്തിന്റെ നേതൃത്വത്തിൽ ലഹരി ബോധവൽക്കരണ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. 100 കണക്കിന് ആളുകളാണ് പരിപാടിയിൽ പങ്കുചേർന്നത്. വർദ്ധിച്ചുവരുന്ന രാസലഹരി വിപത്തുകൾക്കെതിരെയാണ് ചെർപ്പളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി ബോധവൽക്കരണ ബഹുജന റാലി സംഘടിപ്പിച്ചത്. ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി പഴയ പെട്രോൾ പമ്പിന് സമീപം സമാപിച്ചു.
ആർദ്രം വളണ്ടിയർമാരുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടന്ന റാലിയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും SPC വളണ്ടിയർമാരും പൗരപ്രമുഖരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആർദ്രം പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എനിക്കറിയാം, ഇതിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ആർദ്രം പാലിയേറ്റീവ് കെയറായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. പാലിയേറ്റീവ് പ്രവർത്തനത്തെ ഒരു ലഹരിയായി കാണുന്ന, ലഹരി പല സീസുണ്ട്, പാലിയേറ്റീവ് പ്രവർത്തനം ഒരു ലഹരിയായി ഏറ്റെടുത്ത് അവശരായി കിടക്കുന്ന മറ്റൊരു സഹായം ആവശ്യമുള്ള ആളുകളെ നേരിട്ട് വീട്ടിൽ പോയി കണ്ടവരെ പരിചരിക്കുന്നത് വലിയ മാനസിക സന്തോഷം കണ്ടെത്തുന്ന നിരവധിയായ ആളുകളാണ് ആർദ്രം പാലിയേറ്റീവ് കെയറിൻ്റെ ജീവനാടി. മാതൃകാപരമെന്ന് പറഞ്ഞാൽ എത്രമാത്രം പറയാൻ എനിക്കറിയാം, നമുക്ക് പലപ്പോഴും അറിയാം. പല ചെർപ്പശ്ശേരി CI ബിനു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ വേറെ ഒരു രീതിയിലേക്ക് തിരിച്ചു വിട്ടുക. ഉദാഹരണത്തിന് കളികളിലേക്ക്. ഞാൻ ഒരു രസം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഞാൻ രാവിലെ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഓരോ റോഡിലൂടെയൊക്കെ രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. നടക്കാൻ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഒരൊറ്റ കുട്ടികളെ ഞാൻ റോഡിൽ അങ്ങനെ കാണാറില്ല. ഗ്രൗണ്ടുകളിൽ കളിക്കാൻ പോകുന്നുണ്ടാകും ചിലപ്പോൾ. അപ്പോൾ രാവിലെ കുട്ടികൾ എണീക്കാത്തതിൻ്റെ കാര്യം രണ്ട് കാര്യം ഉണ്ടാവും. ഒന്ന്, തലേ ദിവസം ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നത്, പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് പോകേണ്ട കാര്യം. എനിക്ക് തോന്നുന്നില്ല ഈ വെക്കേഷൻ ടൈമിൽ രണ്ടും ഉണ്ടാവാമെന്ന് തോന്നുന്നില്ല. ആദ്യത്തേതുണ്ടാവും, കൂടുതലായിട്ട് മൊബൈൽ ഉപയോഗിച്ച് ഒക്കെ കടന്നു ഉറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ നോക്കൂ നിങ്ങൾ വീട്ടിൽ. ആർദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PT ഹമീദ് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിരമിക്കൽ ലഹരിവിരുദ്ധ വാക്കത്തോൺ നടത്തി ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ. സമൂഹത്തിന് ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായി വിരമിക്കുന്ന പെരിന്തൽമണ്ണ പാതാക്കര സ്വദേശി ഷാബു ഇസ്മായിലാണ് വാക്കത്തോൺ നടത്തിയത്. പെരിന്തൽമണ്ണയിൽ നിന്നും അദ്ദേഹം പഠിക്കുകയും അധ്യാപകനായി ജോലിയും ചെയ്ത ചാപ്പനങ്ങാടി PMSA വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ 22 കിലോമീറ്ററാണ് വാക്കത്തോൺ നടത്തിയത്. ചാപ്പനങ്ങാടി ഹൈസ്കൂളിലെ പ്രധാനാധ്യാപകനായ ഷാബു ഇസ്മായിൽ ഏപ്രിൽ 30 സർവീസിൽ നിന്ന് വിരമിക്കും. വിരമിക്കലിനോടനുബന്ധിച്ച് ഇസ്മായിൽ സ്വന്തം നാടായ പെരിന്തൽമണ്ണയിൽ നിന്നും താൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ചാപ്പനങ്ങാടി PMSA ഹയർ സെക്കൻഡറി സ്കൂൾ വരെ 22 കിലോമീറ്റർ വാക്കത്തോൺ നടത്തി. സോൾസ് ഓഫ് പെരിന്തൽമണ്ണയുടെ നിരവധി പ്രവർത്തകരും ഇസ്മായിൽ മാസ്റ്റർക്കൊപ്പം വാക്കത്തോണിൽ പങ്കെടുത്തു. സമൂഹത്തിന് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച സന്ദേശമാണ് ഈ വാക്കത്തോണിലൂടെ നൽകിയതെന്ന് ഇസ്മായിൽ മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ആണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയായ ഈ ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളും കുഞ്ഞുകുട്ടികളും അതോടൊപ്പം തന്നെ കൗമാരപ്രായക്കാരും അതിന്റെ ചുഴിയിൽ അകപ്പെട്ടുകൊണ്ട് ഈ നാടിനെ, ഈ സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു ഉൾവിളി എന്നുള്ള നിലക്ക് അവരെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കരുതിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ ഈ മാസം 30-ാം തീയതി റിട്ടയർമെന്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പായി 27-ാം തീയതി ഇന്ന് രാവിലെ സോൾസ് ഓഫ് പെരിന്തൽമണ്ണയുടെ എൻ്റെ പ്രിയങ്കരായ സുഹൃത്തുക്കള്, അതോടൊപ്പം തന്നെ ഒരുപാട് സ്നേഹിതന്മാര്, ഒരുപാട് അഭ്യുദയകാംക്ഷികളായ ആളുകളൊക്കെ നമ്മൾ ഇതിന് പിൻബലമായിട്ട് താങ്ങായി തണലായി എന്നോട് കൂടെ ഉണ്ട്. ഇന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചേർന്നുകൊണ്ട് സമൂഹത്തിന് നൽകുന്ന ഈ ഒരു സന്ദേശം എല്ലാവരുടെയും കാതുകളിലേക്കും കരളുകളിലേക്കും എത്തിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പെരിന്തൽമണ്ണ ആയിഷ കോംപ്ലക്സ് പരിസരത്ത് നജീബ് കാന്തപുരം MLA വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരിക്കെതിരെ സമൂഹം പോരാടേണ്ട ഏറ്റവും വലിയ സന്ദേശമാണ് ഇസ്മായിൽ മാസ്റ്റർ വിരമിക്കൽ ലഹരി വിരുദ്ധ വാക്കത്തോണിലൂടെ നൽകുന്നതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ റിട്ടയർമെന്റ് ഏറ്റവും മനോഹരമായി അദ്ദേഹം ഒരു തുടക്കമാക്കുകയാണ്, ഒരു വലിയ പോരാട്ടത്തിൻ്റെ തുടക്കമാക്കുകയാണ്. അത് തന്നെ തൻ്റെ കാലത്തിൻ്റെ ഏറ്റവും അനിവാര്യമായൊരു സോഷ്യൽ ഇഷ്യൂ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഈ വലിയ ദൗത്യം, ഇതൊരു
മാരത്തോൺ എന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു വാക്കത്തോൺ എന്നതിനേക്കാളും ഒക്കെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സന്നദ്ധതയാണ്. ഡോക്ടർ നിലാർ മുഹമ്മദ്, നാലകത്ത് ബഷീർ, കുറ്റീരി മാനുപ്പ തുടങ്ങിയവർ പങ്കെടുത്തു. സോൾസ് ഓഫ് പെരിന്തൽമണ്ണ അംഗങ്ങളായ അനിയൻ ഉണ്ണി, അൻസാദ്, ലത്തീഫ്, യാസർ, മുജീബ്, ഗഫൂർ പൂപ്പലം തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിന്തൽമണ്ണയിൽ നിന്നും 22 കിലോമീറ്റർ അകലെ ഇസ്മായിൽ പഠിക്കുകയും പ്രധാനാധ്യാപകനായി അടുത്ത ദിവസം വിരമിക്കുകയും ചെയ്യുന്ന ചാപ്പനങ്ങാടി PMSA വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാക്കത്തോൺ സമാപിച്ചു. സമാപന ചടങ്ങ് മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബ്ദുൾ സലീം KK അധ്യക്ഷത വഹിച്ചു. പൊന്മള പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർമാൻ സുഹറാബി കുളക്കാടൻ, സ്കൂൾ മാനേജർ ജാഫർ സാദിഖ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ്, VHSE പ്രിൻസിപ്പൽ ജിഷ ചെറുവറ്റ, മുസ്തഫ വള്ളക്കുന്നൻ, മുഹമ്മദ് കുട്ടി കരുപ്പറമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി മണ്ഡലത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന മാനസമിത്ര പദ്ധതിയുടെ ഭാഗമായി ചൊവ്വാഴ്ച ഏകദിന ശില്പശാല നടത്തും. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ഇതിനു മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു. മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി മണ്ഡലത്തിലെ 11 സ്കൂളുകളിൽ നടപ്പാക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതി മാനസമിത്രയുടെ ആദ്യഘട്ട ഏകദിന ശില്പശാലയാണ് ചൊവ്വാഴ്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തത്. കൊപ്പം നക്ഷത്ര ഹാളിൽ നടക്കുന്ന ശില്പശാലയ്ക്ക് മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. പദ്ധതിയുടെ സിലബസ് വിശകലനവും അധ്യാപകർക്ക് നൽകുന്ന ക്ലാസുകളുടെ വിശദാംശങ്ങളും വിലയിരുത്താൻ ചേരുന്ന ശില്പശാലയിൽ സംസ്ഥാനത്തെ പ്രമുഖ സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ, ഡോക്ടർമാർ, വിദ്യാഭ്യാസ വിദഗ്ധർ, കോൾ കേരള ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ഇംഹാൻസ് കോഴിക്കോട് മുൻ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സിലബസിന്റെ വിശദമായ വിശകലനവും നടത്തും. ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ പ്രവണത, മനോവൈകല്യങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം കാരണമുണ്ടാകുന്ന ഡിജിറ്റൽ അഡിക്ഷൻ തുടങ്ങി ലഹരി അടക്കമുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് മാനസമിത്ര പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. തികച്ചും ശാസ്ത്രീയവും സമകാലീനവുമായ ക്ലാസുകൾ ഒരുക്കാൻ ഏകദിന ശില്പശാല ഉപകരിക്കുമെന്ന് MLA പറഞ്ഞു. മാനസമിത്ര എന്ന് പറയുന്ന ബൃഹത്തായ പദ്ധതി അത് വളരെ കൃത്യമായി വിഷയങ്ങൾ പഠിച്ച് കുട്ടികൾക്ക്, അതുപോലെ അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക് മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ശാസ്ത്രീയമായ പദ്ധതിയായി മാറുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും അടങ്ങുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ട്രെയിനേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളടക്കമുള്ളവരുടെ ഒരു വർക്ക്ഷോപ്പാണ് നടക്കാൻ പോകുന്നത്. ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഫൈനലാക്കുന്ന സിലബസാണ് പട്ടാമ്പി മണ്ഡലത്തിലെ അധ്യാപകരും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനും നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരിലൂടെ ഇവിടുത്തെ മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മെന്റൽ ഹെൽത്ത് മിനിമം അതിന്റെ അവയർനെസ് ഉള്ള ആളുകളാക്കി നമുക്ക് മാറ്റുക. അതോടുകൂടി ആത്മഹത്യാ പ്രവണത, അതുപോലെ ഡ്രഗ് അബ്യൂസ്, മയക്കുമരുന്ന് അടക്കമുള്ള ഇതിലേക്ക് നിരന്തരമായി പോകുന്നതിനെ തടയുക. വീട്ടിലും അതുപോലെ പഠനത്തിലും മറ്റു പൊതു ഇടങ്ങളിലുമൊക്കെ മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഇല്ലാതെയാക്കുന്നതിന് സ്വയം തിരിച്ചറിവ് ഓരോ വ്യക്തിക്കും ഉണ്ടാക്കി കൊടുക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ്. പട്ടാമ്പി BRCയിൽ ചേർന്ന യോഗത്തിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ AN നീരജ് തുടങ്ങിയവരും മറ്റ് ചുമതലപ്പെട്ടവരും പങ്കെടുത്തു. കിഴാറ്റൂർ ഒറവംപുറം മദ്രസത്തുൽ ഹുഫാൾ 37ാം വാർഷിക മഹാസമ്മേളനം സമാപിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായാണ് സമ്മേളനം നടന്നത്. ആയിരത്തി 1985 ഒറവംപുറത്ത് മദ്രസത്തുൽ ഹുഫാൾ സ്ഥാപിതമാകുന്നത്. ഖുർആൻ മനഃപ്പാഠ കേന്ദ്രമായി തുടക്കം കുറിച്ച സ്ഥാപനത്തിൽ നിന്നും ഇതുവരെ 200-ൽ പരം വിദ്യാർത്ഥികൾ ഹാഫിളുകളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്തു വരികയാണ്.
സ്ഥാപനത്തിന്റെ 37ാം വാർഷിക മഹാസമ്മേളനം ശനി, ഞായർ ദിവസങ്ങളിലായാണ് നടന്നത്. സമാപന സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒറോമ്പുറം മഹലിന്റെ ഖാദിയായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനം ഏറ്റെടുക്കൽ ചടങ്ങും നടന്നു. ചേർക്കാൻ തയ്യാറാകാറ്. അവ ചെറിയ കുട്ടികൾ വരുമ്പോൾ അവരുടെ രക്ഷിതാക്കളാണ് അതിനുവേണ്ടി അവരൊക്കെ പ്രേരിപ്പിക്കുന്നു. തങ്ങളുടെ കുട്ടികളെ ഹാഫികളാക്കണമെന്ന് ആ കുട്ടികളെ ഗർഭം ചുമക്കുന്ന സന്ദർഭത്തിൽ തന്നെ പല മാതാക്കളും അങ്ങനെ നേർച്ചയാക്കാറുണ്ട്. പലപ്പോഴും നമ്മളോടൊക്കെ അങ്ങനെ അവർ പങ്കുവെക്കാറുണ്ട്, പറയാറുണ്ട്. എൻ്റെ വയറ്റിലിരിക്കുന്ന കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവനെ ഹാഫിളാക്കണം, പെൺകുട്ടിയാണെങ്കിൽ അവളെ ഹാഫിളത്താക്കണം എന്ന് ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നേർച്ചയാക്കുന്ന മാതാപിതാക്കൾ. അപ്പോൾ കുട്ടികൾ ഹാഫിളീങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ അത് കുറെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. MIS പ്രസിഡന്റ് CP അസൈനാർ ഹാജി അധ്യക്ഷത വഹിച്ചു. P അബ്ദുൽ ഹമീദ് MLA, ഇബ്രാഹിം ഫൈസി തിരൂർക്കാട്, OT മുസ്തഫ ഫൈസി മുടിക്കോട്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KP ഫൈറൂസ് ഫൈസി, കുഞ്ഞിത്തങ്ങൾ കീഴാറ്റൂർ, അസീസ് പട്ടിക്കാട്, അസീസ് ഫൈസി, യൂസഫ് ഫൈസി നെന്മിനി, N മുഹമ്മദ്, അഡ്വക്കേറ്റ് KT ഉമ്മർ, റാഫി നെന്മിനി, ഉമ്മർ വൈദ്യർ കൊണ്ടിപ്പറമ്പ്, KP അസീസ് ഹാജി, NK ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന മതപ്രഭാഷണത്തിന് അഹമ്മദ് കബീർ ബാക്കവി കാഞ്ഞാർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. പട്ടാമ്പി താലൂക്കിൽ നിന്നും പോകുന്ന 200-ൽ പരം ഹാജിമാർക്കുള്ള കുത്തിവയ്പ്പ് താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്നു. ഹജ്ജ് കമ്മിറ്റി അംഗം മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതിൽ കൊച്ചിയിലാണ് 1999 ആളുകൾ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്. കൊച്ചിയിലെ എംബാർക്കേഷൻ പോയിന്റിന്റെ ഇന്നലെ ക്യാമ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഘാടക സമിതി ചേർന്നു. ചെയർമാനായിട്ട് എന്നെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. അപ്പോൾ നിങ്ങൾ കൊച്ചിയിലുള്ള പോകുന്നുണ്ടെങ്കിൽ പലരെയും അവർക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഹജ്ജ് കർമ്മത്തിന്റെ പവിത്രമായ കർമ്മത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഞങ്ങളെല്ലാം പഠിച്ചു പറഞ്ഞു. അത് സ്വപ്നമാണ് നിങ്ങൾ പ്രകാരം ചോദിച്ചത്. ഹജ്ജ് ഒരു ആരാധനാ കർമ്മം, ഒരു പ്രാർത്ഥന എന്നുള്ളതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ നൽകുന്ന, തിരിച്ചറിവുകൾ നൽകുന്ന, നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന. ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ഫസൽ അധ്യക്ഷനായി. ടെക്നിക്കൽ അസിസ്റ്റന്റ് K വിനോദ്, സൂപ്രണ്ട് ഡോക്ടർ C ഹരിദാസ്, ഡോക്ടർ AK സാബിത്ത്, ഡോക്ടർ അബ്ദുപതിയിൽ, ജില്ലാ ട്രെയിനർ KP ജാഫർ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ആനന്ദ്, PA അൻവർ അലി, AS സജ്ജാദ്, അനഘ, A ബിൻഷാന, സൂപ്പർവൈസർമാരായ അബ്ദുൽ മജീദ്, പുഷ്പ തുടങ്ങിയവർ കുത്തിവയ്പ്പിന് നേതൃത്വം നൽകി. ഹജ്ജ് വളണ്ടിയർമാരായ P മുഹമ്മദ് അലി, ഫിർദൌസ് അലി, K ഷാനോസ്, സുബൈർ, സുലൈഖ, ഉമൈമത്ത്, നൌഷാദ്, അഷ്റഫ്, സാജിദ്, അക്രം, ഉസൈൻ, സാജിദ എന്നിവർ കുത്തിവയ്പ്പിന് ഹാജിമാർക്ക് സൗകര്യങ്ങളൊരുക്കി. പാലക്കാട്, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, കൊപ്പം എന്നിവിടങ്ങളിലും വരും ദിനങ്ങളിൽ ഹജ്ജ് കുത്തിവയ്പ്പ് നടക്കും. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി SSF ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ സമ്മേളനം ചൊവ്വാഴ്ച നടക്കും. SYS ജില്ലാ പ്രസിഡന്റ് MT അബ്ദുൾ റഷീദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് SSF ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ സമ്മേളനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2-ന് മങ്കര ഡൊമിനിക് സ്കൂളിൽ വെച്ച് നടക്കുന്നത്. വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിയുള്ള പരിശ്രമങ്ങളാണ് ലഹരിക്കെതിരായ പരിഹാരം എന്നത് ലക്ഷ്യമിട്ടാണ് പരിപാടി നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SYS ജില്ലാ പ്രസിഡന്റ് AT അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്യും. സ്ട്രീറ്റ് പൾസ്, വോയിസ് ഓഫ് ഹോപ്പ്, സ്ട്രീറ്റ് പാർലമെന്റ്, ശലഭങ്ങൾ, മോർണിംഗ് വൈബ്, കോർ കണക്ട് തുടങ്ങിയ പരിപാടികൾ വിവിധ ഘടകങ്ങളിൽ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. നമ്മുടെ മങ്കര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചിട്ട്, ഡൈനാമിക് സ്കൂൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചിട്ട് അവിടെ ലഹരിക്കാരെ സെലിബ്രേറ്റിംഗ് വേണ്ടി വിദ്യാർത്ഥികൾക്ക് പറയാനുണ്ട് എന്ന വിഷയം ആസ്പദമാക്കിക്കൊണ്ട് നല്ലൊരു ക്ലാസ്സും അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള റാലിയും നടത്തപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ 29-ാം തീയതിയുടെ സമ്മേളനത്തോട് അനുബന്ധിച്ചുകൊണ്ട് സേ നോട്ട് ഡ്രഗ്സ് എന്നുള്ള ഒരു പരിപാടി, മാരത്തോൺ ഓട്ടം 4 സെക്ടറുകളിലും, പത്തിരിപ്പാല, അമ്പലപ്പാറ,
അതേമാതിരി അനങ്ങനടി, ഒറ്റപ്പാലം 4 സെക്ടറുകളിലും ഓട്ടം നിർവഹിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആത്മവധം. എല്ലാവരിലേക്കും എല്ലാ യൂണിറ്റുകളിലേക്കും ഈ സർക്കുലർ എത്തിക്കുക. ലഹരിക്കെതിരെയുള്ള 3 ലക്ഷം വീടുകളിൽ 3 ലക്ഷം പ്രവർത്തകർ കയറി ഇറങ്ങുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 29-ാം തീയതി സമ്മേളനമാകുമ്പോഴേക്കും ആ കുട്ടികളെല്ലാം എല്ലാ വീടുകളിലേക്കും കയറി ഇറങ്ങും. വാർത്താസമ്മേളനത്തിൽ ഡിവിഷൻ ജനറൽ സെക്രട്ടറി MK സൈഫുള്ള ലക്കിടി, സെക്രട്ടറിമാരായ സയ്യിദ് മുഹമ്മദ്, ഷമോൻ എന്നിവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. മാറുന്ന കാലത്തിനൊപ്പം മാറ്റങ്ങളുമായി വിദ്യാലയങ്ങൾ. സ്കൂളുകളിൽ ഇനി റോബോട്ടുകൾ പഠിപ്പിക്കും. വെളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും റോബോട്ടിനെ പരിചയപ്പെടുത്തി. വിദ്യാർത്ഥികൾക്ക് റോബോട്ട് ക്ലാസ് എടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ലേക്ക് ബൈക്കാലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഗ്രഹങ്ങൾ എന്നത് സൗരയൂഥത്തിലെ വലിയ ഖഗോള വസ്തുക്കളാണ്. അവ സ്വന്തമായി പ്രകാശമുണ്ടാക്കാതെ സൂര്യനെ ചുറ്റുമാണ്. മാറുന്ന കാലത്തിനൊപ്പം ഗ്രാമീണ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളും മുന്നേറുന്ന കാഴ്ചയാണ് വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിൽ കണ്ടത്. മനുഷ്യനിർമ്മിത റോബോട്ട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും റോബോട്ട് ഉത്തരം നൽകി. രണ്ടാമത്തെ ലോകമഹായുദ്ധം 1939 മുതൽ 1945 വരെയും നടന്നു. സോളാർ സിസ്റ്റം സൂര്യനെ കേന്ദ്രീകരിച്ച് ഭ്രമണപഥത്തിൽ 8 ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, മറ്റ് സൗരജ്വാലകൾ എന്നിവ ഉൾപ്പെടുന്നതാണ്. ഏറെ വൈകാതെ വ്യാപകമാകാൻ പോകുന്ന റോബോട്ടുകളും AI സാങ്കേതികവിദ്യയും സംബന്ധിച്ച് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്താൻ സ്കൂളിൽ റോബോട്ടുകളെ പ്രദർശിപ്പിച്ചു. റോബോട്ടിന്റെ പ്രവർത്തനം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നേരിൽ കണ്ടു. സ്കൂൾ മാനേജർ മുരളി വളാംകുളം പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിന് അനുസൃതമായ വിദ്യകൾ പ്രയോജനപ്പെടുത്തി വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ മാനേജർ മുരളി വളാംകുളം പറഞ്ഞു. ഏതൊരു കുട്ടിയും കുറ്റാനശ്ശേരി സ്കൂളിലേക്ക് കയറി വരുമ്പോൾ ആ കുട്ടിക്ക് ഈ റോബോട്ടിക് സംവിധാനം വെച്ച് ടീച്ചേഴ്സിൻ്റെ അപ്പുറത്ത് കമ്മ്യൂണിക്കേറ്റഡ് ഇംഗ്ലീഷ്, ജനറൽ നോളേജ്, അങ്ങനെയുള്ള IT യുഗത്തിലേക്കുള്ള പുതിയ കാൽവെപ്പിലേക്കാണ് ഈ സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളിലേക്കും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ അധ്യയന വർഷം മുതൽ കാലഘട്ടത്തിനനുസരിച്ച് സ്കൂളിൻ്റെ മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഒരു കൂട്ടം അധ്യാപകരും നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് IT യുഗത്തിലേക്ക് റോബോട്ടിക് സംവിധാനം വെച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിലേക്കാണ് ഈ അക്കാഡമിക് ഇയർ 25-26 അധ്യയന വർഷം മുതൽ ഇവിടെ തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകളാണ് ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. PTA പ്രസിഡന്റ് P. സഹീർ അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക A. രാജലക്ഷ്മി, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ്, PTA എക്സിക്യൂട്ടീവ് അംഗം M. പ്രമോദ്, സ്റ്റാഫ് സെക്രട്ടറി K. ശോഭന, പാതാക്കര AUP സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേം റോബോട്ടിക്സ് വികസിപ്പിച്ചെടുത്ത റോബോട്ടാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നത്. സ്റ്റേം റോബോട്ടിക്സിന്റെ സ്ഥാപകനും CEOയുമായ രാജശേഖരൻ റോബോട്ടിന്റെ പ്രവർത്തനം പരിചയപ്പെടുത്തി. റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഒരു മേഖലയിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമാണ്. ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിൽ വരുന്ന ഒരുപാട് പ്രോഡക്ട്സും ഓരോ വർഷവും ഇതിൻ്റെ ഒരു ഗ്രോത്ത് 35-40% ആണ് ഇന്ന് ഇൻഡസ്ട്രി ഗ്രോത്ത് വരുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ജോബ് മാർക്കറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ വളരെ നേരത്തെ സ്കൂളിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു പഠനം തുടങ്ങണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് സ്റ്റെം റോബോട്ടിക്സ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്നിവിടെ കുട്ടനശ്ശേരി സ്കൂളിൽ AUP സ്കൂളിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു AI റോബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ കൊടുക്കുന്നു. പിന്നെ റോബോട്ടിക്സ് ആൻഡ് AI എങ്ങനെയാണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, കുട്ടികൾക്ക് അതിൻ്റെ ഫ്രീ ടൂൾസ് ഏതൊക്കെയാണ്, ഇതെങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇന്നിവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ടീച്ചിങ്, കമ്മ്യൂണിക്കേറ്റീവ്, ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം, സ്കൂൾ പ്രവർത്തനങ്ങൾ, രക്ഷിതാക്കളുമായി ആശയവിനിമയം നടത്തൽ തുടങ്ങിയവ റോബോട്ട് നിർവഹിക്കും. ഏറെ കൗതുകത്തോടെയാണ് വിദ്യാർത്ഥികൾ റോബോട്ടിൻ്റെ പ്രവർത്തനത്തെ കണ്ടത്. പഠിപ്പിക്കുന്നതിൽ റോബോട്ടിൻ്റെ പങ്ക് ഏറെ സഹായകമാകുമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറഞ്ഞു.
ഞാൻ കുറ്റാനശ്ശേരി സ്കൂളിലെ ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ റോബോട്ടിക്സിനെ കുറിച്ചുള്ള കുറേ പഠനങ്ങൾ ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി റോബോട്ടിനെ കുറിച്ചുള്ള പഠനങ്ങൾ. ഇതിലൂടെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ AI-നെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിന് ഞങ്ങൾ വളരെ സന്തോഷമായിരുന്നു. റോബോട്ടിക്സിനെ കുറിച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് വരുന്ന ഇനിയുള്ള അധ്യയന വർഷത്തിൽ ഓരോ കുട്ടിക്കും ഉപകാരപ്രദമാവുകയും ചെയ്യും. അതുപോലെ ഏതൊരു സംശയവും നമുക്ക് റോബോട്ട്സിനോട് ചോദിക്കാനും ഏത് സംശയം നിവർത്തി വയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കുട്ടികൾക്ക് തന്നെ ചോദിക്കുകയും ചെയ്യാം. അത് ടീച്ചർമാർക്കും ഒരു ഉപകാരപ്രദമാവും. അപ്പോൾ ഇന്ന് ഇവിടെ നടന്നിട്ടുള്ള ഈ റോബോട്ടിക് എക്സ്പീരിയൻസ് എന്തായാലും കുട്ടികൾക്കും അതേപോലെ തന്നെ ഞങ്ങൾ പേരൻസിനും വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കാരണം പെട്ടെന്നൊന്നും കുട്ടികൾക്ക് കാണാനും ഇതിനൊന്നും പറ്റിയ ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അവർ നല്ലൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കൂളാണെങ്കിൽ AUP സ്കൂൾ കുറ്റാനശ്ശേരി, നമ്മുടെ മാനേജർ അവരുടെ ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വാണിജ്യ വാർത്തകൾ. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പാക്കറത്ത് ജ്വല്ലേഴ്സ് നവീകരിച്ച് കോതകുർശിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നവീകരിച്ച ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് അനുമോൾ വിശിഷ്ടാതിഥിയായി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കിക്കൊണ്ടാണ് പാക്കറത്ത് ജ്വല്ലേഴ്സിന്റെ നവീകരിച്ച സ്ഥാപനം കോതകുർശിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. കോതകുർശിയിലുള്ള പാക്കറത്ത് ജ്വല്ലറി നേരത്തെ ഉള്ളതാണ്. അതുകൂടി വിപുലീകരിച്ചുകൊണ്ട് വിപുലമായ രീതിയിലുള്ള നല്ല സൗകര്യത്തോടെ കൂടുതൽ സ്റ്റോക്കോടുകൂടി വീണ്ടും പ്രവർത്തനം സജ്ജമായിരിക്കുകയാണ്. മുമ്പും ഇവിടെ വന്നിരുന്നു, മുമ്പത്തെ ചടങ്ങിലും പങ്കെടുത്തു. പുതിയ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ച സന്തോഷങ്ങളുടെ എല്ലാവരുള്ള വിജയങ്ങളും ആശംസകളും നേരുന്നു. സർവശക്തിൻ്റെ അനുഗ്രഹം ഇപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഉണ്ടാകുമാറാകട്ടെ. സിനി ആർട്ടിസ്റ്റ് അനുമോൾ വിശിഷ്ടാതിഥിയായി. ആനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ അധ്യക്ഷനായി. ഡയമണ്ട് കളക്ഷനുകളുടെ ഉദ്ഘാടനം നാസർ പാക്കറത്ത് നിർവഹിച്ചു. കുടുംബാംഗങ്ങളും വ്യാപാരി സുഹൃത്തുക്കളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. അപ്പോൾ നമ്മുടെ പാക്കർ ജ്വല്ലേഴ്സിന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് ഇപ്പം എനിക്ക് പ്രതീക്ഷയുണ്ട് അല്ലേ. ഫസ്റ്റ് ജ്വല്ലേഴ്സാണ്, അവർ 10 വർഷമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് വർഷം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റട്ടെ, ഒരുപാട് ബ്രാൻഡ്സ് ഒക്കെ ഇടാൻ സാധിക്കട്ടെ. അപ്പോൾ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും മക്കൾക്കൊക്കെ നല്ല ജ്വല്ലറി ഒക്കെ ഇട്ട് ഡയമണ്ട്സ് ഒക്കെ ഇട്ട് നല്ല കളക്ഷനാട്ടോ. ഞാൻ വെറുതെ പറയണല്ല, എല്ലാം ഞാൻ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നോക്കി, നല്ല കളക്ഷനാണ്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യില്ലേ. ഗോൾഡിന് ഇപ്പം നല്ല റേറ്റ് ആണ് അല്ലേ എന്നും പറഞ്ഞ് വാങ്ങാതിരിക്കേണ്ട. പക്ഷെ നല്ല കളക്ഷനാണ്. ഇപ്പോഴേ ഗോൾഡൊക്കെ ഒന്ന് വാങ്ങിച്ച് സേവ് ചെയ്ത് വെക്കുക. അതാണ് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ്. കിട്ടുന്ന കാശൊക്കെ ഞാൻ ഗോൾഡ് മേടിച്ച് വെക്കും. അങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് വീണ്ടും പാക്കറത്ത് ജ്വല്ലേഴ്സിൽ വരേണ്ട ആവശ്യമുണ്ട്. കാരണം അത്ര നല്ല കളക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും വരാം, പുറത്തോട്ടൊന്നും പോകണ്ട, പാക്കറത്ത് തന്നെ വന്നാൽ മതി. നിങ്ങൾക്ക് നല്ല ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നടക്കാം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളാണ് പാക്കറത്ത് ജ്വല്ലറിയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ 3000 രൂപയിൽ തുടങ്ങുന്ന ഹയ ഡയമണ്ട് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷനുകളും
നവീകരിച്ച സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും പാക്രത്ത് ജ്വല്ലേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വെള്ളിയാഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകളും റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും പാക്രത്ത് ജ്വല്ലേഴ്സിലുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പോട്ട് നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നെക്ലേസ്, സ്വർണ്ണ മോതിരം, സ്വർണ്ണ നാണയം എന്നിങ്ങനെ 20ഓളം സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 10% ബോണസ് ഓഫറും നൽകുന്നുണ്ട്. ഇതുവരെ തങ്ങളുമായി സഹകരിച്ച എല്ലാവരുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നതായി സ്ഥാപന ഉടമകളായ റിയാസ്, ഷാഹിദ് എന്നിവർ പറഞ്ഞു. ഇനി ഷോർട്ട് ന്യൂസ്. SFI ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം കുലുക്കിലിയാട് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് MCO പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതങ്ങളെ ഉപയോഗിച്ച് മനുഷ്യനെ വേർതിരിക്കുന്നത് വേണ്ടിയിട്ടാണ്. ആ ട്രാപ്പിൽ, ആ കെണിയിൽ നമ്മൾ വീണുപോകാൻ വേണ്ടി പാടില്ല. കഴിഞ്ഞ ദിവസമാണ് ഭീകരവാദത്തിന് ശേഷം പുറത്തു വന്ന ഏറ്റവും ഭയാനകമായ വാർത്ത. കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളെ നമ്മുടെ രാജ്യത്താകെ ആക്രമിക്കപ്പെടുന്നു എന്ന വാർത്തയാണ്. ആദ്യം പ്രതികരിച്ചത് SFI ആണ്. നിങ്ങൾ നോക്കൂ, രാജ്യത്തിന്റെ വിവിധ ക്യാമ്പസുകളിൽ കാശ്മീരിൽ പുറത്തു നിന്നെത്തിയ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഭീകരവാദ സംഘടനകളുടെ സഹായത്തോടെ ഒരു ഭീകരാക്രമണം നടത്തിയതിന്റെ പേരിൽ ആ കാശ്മീർ ജനതയെ വേട്ടയാടാനുള്ള അവസരമായി രാജ്യത്തെ വിഘടനവാദ ശക്തികൾ, വർഗീയവാദ ശക്തികൾ, ABP തുടങ്ങിയ രാജ്യത്തെ വർഗീയ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകൾ ശ്രമിക്കുന്നു എന്നത് വളരെ ആപകടകരമായ രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ നാടിന്റെ സ്ഥിതിയെ കൊണ്ടുപോകുന്നു എന്ന് നാം ബോധ്യപ്പെടുന്നതായിരുന്നു. ലഹരിക്കെതിരെ വിദ്യാർത്ഥി കവചം തീർക്കുക എന്ന പ്രമേയവുമായാണ് SFI ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം നടന്നത്. അമൽദേവ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി S. ബിപിൻ, സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാദുലി, K. പ്രേംകുമാർ MLA, CPM ഏരിയ സെക്രട്ടറി K. ജയദേവൻ, അഫ്സൽ, CM വിഷ്ണുമോഹൻ, M. മോഹനൻ, K. സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. അഫ്സൽ പ്രവർത്തന റിപ്പോർട്ടും മുഹമ്മദ് ഷാദുലി സംഘടനാ റിപ്പോർട്ടും, സ്മൃതി അനുശോചന പ്രമേയവും അനുപമ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. നാട്ടുകൽ പാറപ്പുറം റോയൽ ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 17ാം വാർഷികത്തോടനുബന്ധിച്ച് നവീകരിച്ച ക്ലബ് റൂം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കോച്ച് P. കുഞ്ഞലവി ഉദ്ഘാടനം ചെയ്തു. ക്ലബിൻ്റെ ജേഴ്സി പ്രകാശനവും നടന്നു. ക്ലബിൻ്റെ 17ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നവീകരിച്ച പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയത്. ആധുനിക രീതിയിൽ നവീകരിച്ച ക്ലബ്ബ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കോച്ച് P. കുഞ്ഞലവി ഉദ്ഘാടനം ചെയ്തു. ക്ലബിൻ്റെ ജേഴ്സിയും P. കുഞ്ഞലവി പ്രകാശനം ചെയ്തു. തുടർന്ന് നടന്ന രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ CP സുബൈർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ഫാരിസ് കൊമ്പൻ അധ്യക്ഷനായി. സെക്രട്ടറി NP അഫ്സൽ, ട്രഷറർ PC ജുനൈദ്, നാട്ടുകൽ കുടുംബാരോഗ്യ കേന്ദ്രം JHI അസീന തുടങ്ങിയവർ പങ്കെടുത്തു. വാർഷികത്തോടനുബന്ധിച്ച് വിതരണം ചെയ്ത കൂപ്പണുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 7 ഭാഗ്യശാലികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം കോതക്കുറിശ്ശിയിൽ മദ്യവേട്ട. കാറിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച 207 ലിറ്റർ വിദേശ മദ്യം പോലീസ് പിടികൂടി. അമ്പലപ്പാറ സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. മണ്ണാർക്കാട് ആനമൂളി വനത്തിൽ ചോലകൾ നികത്തി റോഡ് നിർമ്മിക്കുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മുറിച്ച കശുമാവുകൾ കൊണ്ടുപോകാനാണ് താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നത്. മഴ പെയ്താൽ ഇത് വലിയ ദുരന്തത്തിനിടയാക്കുമെന്ന് നാട്ടുകാർ.
പട്ടാമ്പിയിൽ 2 വാഹനാപകടം. മഞ്ഞളുങ്ങലിൽ നിയന്ത്രണം വിട്ട കാർ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറി 4 പേർക്ക് പരിക്ക്. ആമയൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരു കാർ കടയിലേക്ക് പാഞ്ഞു കയറി. ആളപായമില്ല. അട്ടപ്പാടി കീരിപ്പാറ വനത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു. മയക്കുവെടി വെച്ച് ചികിത്സിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ആന ചരിഞ്ഞത്. കൊപ്പം ടൗണിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കും. MLAയുടെ അധ്യക്ഷതയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കാനും ആലോചന. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.